ഓ ഇനി പറ്റില്ല, വയറ് ഫുള്ളായി. എല്ലാരും കൂടി എങ്ങോട്ടാ? ആ, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. കേളന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഓഹോ, ഇപ്പൊ കഴിച്ചതിരിക്കട്ടെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലിൽ 4നെയും ഈ പരിസരത്ത് കണ്ടുപോകരുത്. വിശപ്പ് മാറ്റാൻ വേറെ മരം കണ്ടെത്തിക്കോ. ഈ മാമ്പഴങ്ങൾ മുഴുവൻ ഇനി എനിക്കുള്ളതാ. ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ നീയാണോ ഈ സ്ഥലത്തിന്റെ ഉടമ? അവൻ വഴിമാറി നടന്നപ്പോ ഇവിടെ എത്തിയതാണെന്ന് തോന്നുന്നു. ഡേയ് കുരങ്ങ, നിന്റെ വിരട്ടലൊന്നും ഇങ്ങോട്ടെടുക്കണ്ട. ഈ കേളന്റെ സ്വഭാവം നിനക്കറിയില്ല. ഒറ്റ കൊത്തിന് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാഞ്ഞൂലിനും പത്തിയോ? വെറും ഒടങ്കൊല്ലി പക്ഷികളായ നിങ്ങളാണോ എന്നെ വിരട്ടുന്നേ? ഭീഷണി അല്ലടാ, ഇതാ പിടിച്ചോ. ഇപ്പൊ സന്തോഷമായോ നിനക്ക്? വേണമെങ്കിൽ 1 or 2 മാമ്പഴം കഴിച്ച് സ്ഥലം വിട്ടോ. അല്ലാതെ അതിരു കടന്ന സംസാരമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട, പറഞ്ഞേക്കാം. ആശാനെ, എന്താടാ? ഞാൻ പലപ്പോഴായി ആശാനോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ്. നീ പ്രസംഗം നിർത്തി കാര്യം പറയണേ. ആശാന്റെ പേന്റ് ഇടയ്ക്കിടെ ഓന്തിനെ പോലെ നിറം മാറി കളിക്കുന്നതെന്താ? ഇതാണോ നിന്റെ വലിയ സംശയം? അതെ ആശാനെ, ഇത് നീ ഇട്ട പോലത്തെ ഹൊടംകൊല്ലി പാന്റല്ല. മജീഷ്യൻ കരടിച്ചേട്ടന്റെ താവളത്തിൽ പോയി ഞാൻ മോഷ്ടിച്ച പാന്റാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? പുതിയ ഉടായ്പകൾ പയറ്റാൻ സമയമായി. ഇയാൾക്ക് കിട്ടിയതൊന്നും പോരെ. എന്താ ചിന്തിക്കുന്നത്? അല്ല, ആശാൻ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത പണി പ്ലുങ്ങൻ കഴുതക്കിട്ടാണ്. അവൻ മണ്ടനായോണ്ട് എന്തായാലും പണി പാടില്ല. ആശാനെ, പ്ലാൻ എന്താന്ന് പറ. അവരെ സൂത്രത്തിൽ ചെരങ്ങോട്ടുമുക്കിനടുത്തുള്ള മാവിനരികിലെത്തിക്കണം. ഇതാണോ വലിയ പ്ലാൻ? പറയുന്നത് മുഴുവൻ കേൾക്കടാ. ആ മാവിൽ മുഴുവൻ മാമ്പഴങ്ങളുണ്ട്. നമ്മൾ മരത്തിൽ ഏണി വെച്ച് അവനെ മരത്തിന്റെ മുകളിൽ കയറ്റുന്നു. ദെൻ ഏണിയെടുത്തു മാറ്റി നമുക്ക് സ്ഥലം വിടാം. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം. ഞാൻ ആദ്യം പോയി ഏണി റെഡിയാക്കട്ടെ. ആശാൻ പോയി ആ പ്ലുങ്ങനെ വിളിച്ചോണ്ട് വാ. ഈ അരുവിക്കരയിൽ ഇങ്ങനെ ഒറ്റക്കിരിക്കാൻ എന്തൊരു സുഖമാണ്. പൂന്തേനരുവി അരികിലിരിക്കാൻ സുഖമാണ്. ആരുടെയും ശല്യമില്ല, ആരുടെയും ശല്യമില്ല. ഹലോ മിസ്റ്റർ പ്ലുങ്ങൻ. ഓ, ഭൂലോക ശല്യം വന്നു. ഛേ, ആ പാട്ട് പാടണ്ടായിരുന്നു.